ലെബനാൻ തുരുപ്പ് ഷീട്ട് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിൻ്റെ സർവാധിപത്യം തകർക്കാൻ എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗ്രേറ്റർ ഇസ്രായേൽ നിർമ്മിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അത് അവരുടെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്യാറുണ്ട് ഇസ്രായേൽ. 2025 UN ചേർന്ന സുപ്രധാനമായിരിക്കുന്ന മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ വിഷയം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കും. അറേബ്യൻ വംശവും അറേബ്യൻ ദേശീയതയും തങ്ങൾക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമേ അല്ല. അതിന് തങ്ങളുടെ ആയുധങ്ങൾക്ക് ലക്ഷ്യം കാണാൻ പറ്റാത്ത ഒരു പ്രദേശം പോലും നിലവിലെ സാഹചര്യത്തിൽ അറേബ്യയിലില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ലെബനാനെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി പറയുന്നു, ലെബനാനാണ് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒടക്ക് നിൽക്കുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്നതിനാൽ ഇറാനെയും തങ്ങൾ തകർക്കുമെന്നല്ല രാഷ്ട്രീയപരമായ രീതിയിൽ അസ്ഥിരപ്പെടുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് ലെബനാൻ കഴിഞ്ഞാൽ പിന്നീട് ജോർദാൻ വരുന്നുണ്ട്, സിറിയ വരുന്നുണ്ട്, ഈജിപ്ത് വരുന്നുണ്ട്, സൗദി അറേബ്യയുടെ സിംഹഭാഗവും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇസ്രായേൽ സാമ്രാജ്യം അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന ശക്തിയോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാത്രമല്ല, അത് ചൈനയുടെയും റഷ്യയുടെയും ആവശ്യമാണ്, അറേബ്യൻ രാജ്യങ്ങളുടെയും ആവശ്യമാണ്. അറേബ്യൻ രാജ്യങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം അമേരിക്കയിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ശക്തരായിരിക്കുന്ന ഇറാൻ അല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ആയതിനാൽ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നല്ലാതെ ഇറാന് നേരെ ഒരു രാജ്യം ആക്രമണം നടത്താത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം ഇത് തന്നെയാണ്. ഇപ്പോൾ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലെബനാനിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലെബനാൻ എന്ന് പറയുന്ന വിഷയം തങ്ങളുടെ സമാധാന കരാറിൻ്റെ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നുള്ളതും ഏതെങ്കിലും തരത്തിൽ അത് ലംഘിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ആ സംഭവം നടക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഒരു മുസ്ലിം രാജ്യം ആ രാജ്യത്തെ ആക്രമിക്കാതിരുന്നിട്ട് പോലും ആക്രമിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതുവരെ ലോകം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറമാണ് ഇറാൻ്റെ നിലവിലെ രാഷ്ട്രീയമായിരിക്കുന്ന ശക്തിയും ബലവും എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിറിയ ഏറെക്കുറെ വീണിരിക്കുന്നൊരു സ്ഥിതിയാണ്. അവിടെ ഇപ്പോൾ അമേരിക്കയ്ക്ക് അനുഭാവമുള്ള അല്ലെങ്കിൽ അമേരിക്കയോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനമാണുള്ളത്. ബഷർ സറഫിൻ്റെ ഭരണം അട്ടിമറിയുകയും അദ്ദേഹം റഷ്യയിലേക്ക് അഭയം തേടി പോവുകയും ചെയ്തതോട് കൂടിയിട്ട് പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഏറെക്കുറെ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രീതിയിൽ തന്നെയാണ്. ഈജിപ്ത് ഏറെക്കുറെ സൈലൻ്റാണ്, ജോർദാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആകെ എതിർപ്പുള്ള മുസ്ലിം രാജ്യങ്ങളിലൊന്ന് ലെബനാനാണ്. ഈ ലെബനാനിലുള്ള ഇസ്രായേലിൻ്റെ മുന്നേറ്റം എത്രത്തോളം ശക്തമായ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം അവർക്ക് ആ സാമ്രാജ്യത്തിൻ്റെ മേൽ വലിയ ബലം ഉണ്ടാകും എന്നുള്ളതാണ്. ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ആദ്യം തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രത്യേകമായ രീതിയിൽ പറഞ്ഞത്, ലെബനാൻ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ കരാർ വ്യവസ്ഥയുടെ വളരെ പ്രധാനമായിരിക്കുന്ന ഭാഗമാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ വീണ്ടും കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി തങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ലെബനാൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അങ്ങനെ തന്നെ ഇറാൻ പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അഥവാ 5 പ്രദേശങ്ങളിലാണ് 5 മേഖലകളിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലെബനാൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ സൈന്യമുള്ളത്. ആ മേഖലയിൽ നിന്നെല്ലാം ഇസ്രായേൽ പിന്മാറണം എന്നുള്ള കാര്യം ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. 2 പ്രദേശം പറയുന്നത് അത്യാവശ്യം ഉയർച്ചയുള്ള മലനിരകൾ പോലെയുള്ള പ്രദേശങ്ങളാണ്. ഈ മേഖലയിൽ നിന്ന് തായ്വാകത്തേക്ക് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഡ്രോൺ പരീക്ഷണം നടത്തിക്കൊണ്ട് അറിയാൻ വേണ്ടി സാധിക്കും എന്നതിനാലാണ് ഇതിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുത്തത്.
നിയന്ത്രണം ഏറ്റെടുത്തിട്ട് ഉണ്ടെങ്കിൽ പോലും ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതും അതിൻ്റെ മറ്റൊരു വശം. എന്നാൽ നിലവിലെ കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ലെബനാൻ വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുന്നൊരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിന് മുന്നേറാനുള്ള ഒരു സൗകര്യമായിരിക്കും. ലെബനാനിലുള്ള പ്രതിരോധം ഇല്ലെങ്കിൽ പിന്നീട് വരുന്ന വിഷയം എന്ന് പറയുന്നത് സിറിയയിലേക്കാണ്. അങ്ങനെ സിറിയയിൽ ഇപ്പോൾ നിലവിൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഗോലാൻ കുന്നിൻ്റെ ഭാഗങ്ങളിൽ ഇസ്രായേൽ ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കക്ക് പോലും പ്രയാസമുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം അറേബ്യൻ മേഖലകളിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ എല്ലാ കാലത്തും അമേരിക്കക്ക് വലിയ രീതിയിൽ സർവാധിപത്യം ഉണ്ടായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇറാനുമായിട്ട് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നത്. അതിനോടനുബന്ധിച്ചാണ് കരാർ വ്യവസ്ഥ ഇപ്പോൾ ഏറെക്കുറെ കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ഇറാൻ പറയപ്പെട്ട 14 നിർദ്ദേശങ്ങൾ അപ്പാടെ തന്നെ അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു. അമേരിക്ക അംഗീകരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ഇതല്ലാത്ത മറ്റൊരു പോംവഴി ഇല്ല എന്നുള്ളതാണ്. കാര്യം മിഡിൽ ഈസ്റ്റിൻ്റെ സർവ്വ മേഖലയും തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനി യുദ്ധമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഈ യുദ്ധം വ്യാപിപ്പിക്കും എന്നുള്ള ഒരു നിർദ്ദേശവും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ അമേരിക്കക്കുണ്ടാകാൻ പോകുന്ന നഷ്ടത്തിൻ്റെ കണക്കുകൾ കൃത്യമായ രീതിയിൽ എഴുതാനോ പറയാനോ സാധിക്കാത്ത വിധം സങ്കീർണമാണ് എന്നുള്ള കാര്യം കൃത്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലെ പോംവഴികൾ എന്ന് പറഞ്ഞാൽ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക നീങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇസ്രായേലിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണവും പ്രത്യാക്രമണവും യുദ്ധവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കക്ക് പോലും നിറം മാറുകയും ഇറാനോടൊപ്പം സപ്പോർട്ട് ചെയ്യും, ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഭാവിയിൽ വല്ലാത്ത രീതിയിൽ മുറിപ്പാട് ഇസ്രായേൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്ന വിഷയം, ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്ന ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട്. കാര്യം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു. അപ്പോൾ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ്, ഉദൈദ സൈനിക ബേസ് എന്ന് പറയുന്നത് ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശമാണ്. മൊത്തത്തിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു ചെറിയ രാജ്യമാണ്. അതിൽ ഏകദേശം 100 കിലോമീറ്ററോളം ചുറ്റളവുള്ള ഭാഗം ഖത്തർ അമേരിക്കയ്ക്ക് സൈനിക ബേസായിട്ട് വിട്ടുകൊടുത്താണ്. അപ്പോൾ അവർ കരാർ വ്യവസ്ഥ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ ശത്രുപക്ഷത്തിൽ നിന്ന് ഒരു ആക്രമണം ഖത്തറിനോ അറേബ്യൻ രാജ്യങ്ങൾക്കോ നേരെ ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക അതിനെ പ്രതിരോധിക്കും എന്നാണ് അവർ പറഞ്ഞു വെച്ചത് തന്നെ. എന്നാൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായ സമയത്ത് അമേരിക്ക നോക്കി നിന്നു എന്നുള്ളത് അത് ലോകം വല്ലാത്ത രീതിയിൽ അതിശയത്തോടു കൂടി കണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യം ഇനി ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു സംഘബലമുള്ള ശക്തി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തങ്ങൾക്ക് വല്ലാത്ത രീതിയിലൊരു ആശ്വാസം കിട്ടും എന്ന് ഈ അറേബ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇറാനോട് വല്ലാത്ത രീതിയിലൊരു ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് ഈ യുദ്ധം ആക്രമണം ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും അവർ താല്പര്യം കാണിച്ചത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ശത്രു നിലവിൽ ഇറാൻ തന്നെയാണ്. ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മേഖലയിൽ തങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. അഥവാ ഇറാൻ്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ ആ ക്ഷയത്തിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് അമേരിക്ക കൊണ്ട് പോലും ഇസ്രായേൽ നടത്തിക്കുന്നത്. പക്ഷേ എന്താവുന്നില്ല, അത് ലക്ഷ്യത്തിൽ കാണുന്നില്ല എന്ന് ചുരുക്കം. അഥവാ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി, അല്ലെങ്കിൽ രാജ്യം വികസിപ്പിച്ചുകൊണ്ട് സാമ്രാജ്യമാക്കി മാറ്റുക എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതിക്ക് തുരമ്പം വെക്കുന്ന അല്ലെങ്കിൽ ശത്രുവായി നിൽക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. ഇറാൻ ആണെങ്കിൽ കീഴ്പ്പെടുകയില്ല, ഇറാൻ ആണെങ്കിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ആ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വിഷയം നിലനിൽക്കുന്നില്ല. കാര്യം വിട്ടുവീഴ്ചക്ക് ഇറാൻ തയ്യാറല്ല. ഇറാൻ പോരാടി ജയിക്കാനാണ് തയ്യാറ് എന്ന് ചുരുക്കം.